ഇന്ത്യ രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം ഇത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇത് കണ്ടതായി അനുസരിച്ചിട്ടുണ്ടോ? ഇതല്ലേ പ്രത്യേകത. പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഇതുപോലെ ശ്രദ്ധ വെക്കാൻ ആർക്ക് കഴിയുന്നു? എന്റെ അത്തരം സംസ്ഥാനങ്ങളിൽ കഴിയാത്തത് നയമാണ് പ്രശ്നം. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ നേരത്തെ 600 രൂപയാണല്ലോ കൊടുത്തിരുന്നത്. 600 രൂപ കൊടുത്ത സ്ഥാനത്ത് അന്ന് 2016 ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഞാൻ ഓർക്കാറ് ആ ഘട്ടത്തിൽ 1.5 വർഷത്തോളം കുടിശ്ശിക എടുക്കുകയും കേരളത്തിൽ അധികാരത്തിൽ വന്ന അന്നത്തെ LDF ഗവൺമെന്റ് ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാനായിരുന്നു. അത് മുഴുവൻ കൊടുത്തു തീർക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെ പടിപടിയായി വർദ്ധിപ്പിച്ചു. അങ്ങനെയാണ് 1600 എത്തി. 600 നിന്ന് 1600. 60 ലക്ഷത്തിൽ പരം ആളുകളാണ് ആ പെൻഷൻ വാങ്ങുന്നത്. എന്താണ് അതിനോട് സ്വീകരിച്ച സമീപനം? ഒരു സർക്കാർ നൽകിക്കോട്ടെ എന്നാലോ തീരുമാനിച്ചത്, ഒരു നിലപാടെടുത്തത്. ആ പെൻഷൻ കിട്ടുന്നത് നാട്ടിലുള്ള എല്ലാ പാവപ്പെട്ടവർക്കുമല്ലേ, വിവിധ വിഭാഗങ്ങളുള്ളവരല്ലേ, എല്ലാ രാഷ്ട്രീയ അഭിപ്രായക്കാരുമില്ലേ. രാഷ്ട്രീയം അതിലൊരു മാനദണ്ഡമാക്കിയിട്ടില്ലല്ലോ. മറ്റു മാനദണ്ഡങ്ങളിലേത് എന്താണ് BJP ഗവൺമെന്റ് ചെയ്തത്? ആ പെൻഷൻ മുടക്കാൻ നോക്കി, അതിനെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി, അതിനെതിരെ വർത്തമാനങ്ങൾ പറഞ്ഞു. LDF ഗവൺമെന്റ് ആ നയവുമായി മുന്നോട്ട് പോയി. അപ്പോ LDF സർക്കാർ മാസം തോറും കൃത്യമായി പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയിരിക്കുന്നു, ഒരു കമ്പനി ഒരുക്കിയിരിക്കുന്നു. ആ കമ്പനി പെൻഷൻ കൊടുക്കും. കമ്പനിക്ക് തുക പിന്നീട് സംസ്ഥാന സർക്കാർ നൽകും. പക്ഷേ അതങ്ങനെ തുടരേണ്ടതില്ല എന്നായി കേന്ദ്ര ഗവൺമെന്റ്. എന്ത് ചെയ്തു? സംസ്ഥാനം എടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്രം കണക്കാക്കിയ കടത്തിന് പരിധിയുണ്ട്. ആ കടപരിധിയിൽ ഈ വായ്പയും ഉൾപ്പെടുത്തി, കമ്പനിയുടെ വായ്പയും ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. എന്താണ് ഉദ്ദേശം? ഇവരുടെ അന്നം പൊട്ടിക്കൽ. ആ കമ്പനിക്ക് പിന്നെ പ്രവർത്തിക്കാൻ കഴിയാതെ എത്ര മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണെന്ന്. ആ നിലപാടിനെ കേരളത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ശക്തമായി എതിർക്കാൻ കോൺഗ്രസ് അടക്കമുള്ള UDF കഴിഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ, അനങ്ങിയില്ലല്ലോ. ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമില്ലേ? കേരളത്തോട് കാണിക്കുന്ന പ്രതികാര മനോഭാവം ചെറുതാണോ? വേറൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് പലവിധ നേട്ടങ്ങൾ നാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയ നേട്ടങ്ങളിൽ ചിലത് കാലാനുസൃതമായി മുന്നോട്ട് പോകുന്നില്ല. കുറച്ച് പുറകോട്ടായി എന്ന് വിലയിരുത്തിയാൽ തെറ്റില്ലാത്ത ചില മേഖലകൾ. ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടക്കേണ്ടതുണ്ട്. അതെല്ലാം നടത്താനുള്ള പണം നമ്മുടെ കയ്യിലില്ല. എന്ത് ചെയ്യും? സർക്കാർ 2016 അധികാരത്തിൽ വന്നപ്പോൾ നേരിട്ട ഗൗരവമായ പ്രശ്നമായിരുന്നു. അപ്പോ നമ്മുടെ ബജറ്റിനെ മാത്രം ആശ്രയിച്ച് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കാനാകില്ല. പുതിയ മാർഗങ്ങൾ കണ്ടെത്തണം.
അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. കിഫ്ബി പുനർജീവിപ്പിക്കപ്പെട്ടു. 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബിയുടെ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കുമെന്നായിരുന്നു സർക്കാർ അന്ന് പറഞ്ഞത്. 2021 50 62,000 കോടിയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി ഏറ്റെടുത്തത്. ഇപ്പോ 62 90,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ആ കിഫ്ബി മുഖേന നാം ഏറ്റെടുത്തിരിക്കുന്നത്. സഹിക്കുന്നില്ല. ആർക്ക്? എന്തുകൊണ്ട്? കേരളം മുന്നോട്ട് പോകാൻ പാടില്ലാതാണോ? കേരളത്തിന് സാധാരണ രീതിയിലുള്ള വികസനം ഉണ്ടാകാൻ പാടില്ലാതാണോ? കേരളത്തിലെ റോഡുകൾ നന്നാകാൻ പാടില്ലാതാണോ? കേരളത്തിലെ സ്കൂളുകൾ മെച്ചപ്പെടാൻ പാടില്ലാതാണോ? കേരളത്തിലെ ആശുപത്രികൾ നന്നാകാൻ പാടില്ലാതാണോ? വിവിധ രീതിയിലുള്ള വികസന പദ്ധതികൾ കേരളത്തിൽ വരാൻ പാടില്ലാതാണോ? ഇതിനെല്ലാം പണമെടുത്തത് കിഫ്ബിയിലൂടെയാണ്. അതിന്റെ ഭാഗമായാണ് 90,000 കോടിയോളമുള്ള പദ്ധതി. ഇപ്പൊ നാം നാഷണൽ ഹൈവേയുടെ പണി കാണുന്നില്ലേ? ആ പണി ഇപ്പൊ നടക്കുന്നത് നാഷണൽ ഹൈവേയുടെ ഭാഗമായി എടുക്കേണ്ട സ്ഥലം എടുക്കാൻ നാം തയ്യാറായതുകൊണ്ടാണ്. എങ്ങനെ എടുക്കുന്നത്? സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെന്റാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യാണ് അതിനുള്ള പണം മുഴുവൻ ചെലവിടുന്നത്. രാജ്യത്താകെ ഇതേവരെ ചെലവിടുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. ഇന്ന് വരെ ഒരിടത്തും നാഷണൽ ഹൈവേക്ക് വേണ്ടി എടുക്കുന്ന സ്ഥലത്തിന് സംസ്ഥാനം പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല.